ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത് ബിസിനസ് റൂൾ എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ബിസിനസ് റൂളിൻ്റെ അകത്ത് നമ്മൾ കോൺഫിഗർ ബിസിനസ് റൂൾ വരെ നമ്മൾ പോയായിരുന്നു. ബിസിനസ് റൂൾ എഴുതിയായിരുന്നു. ഇത് വേറെ സിസ്റ്റമാണ്, അതുകൊണ്ട് ഒന്നും കൂടെ നമ്മൾ ആ ബിസിനസ് റൂൾ എഴുതും. ഓൺ സേവ് ചേഞ്ച്, ഓൺ സേവ്, ഓൺ വ്യൂ, 3 എണ്ണം ഓർത്ത് വയ്ക്കാം. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെയ്ത് തരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ടൂളിലേക്ക് പോവാം. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു എംപ്ലോയിയുടെ പ്രൊഫൈൽ എടുത്തിട്ട് കാണിച്ചു തരാം. ഗണേഷ്, ഓക്കെ. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൽ സിംഗിൾ ഡിവോഴ്സ് ഇത് ഏത് സെലക്ട് ചെയ്താലും ഈ ഫീൽഡ് ഇവിടെ കാണാൻ പാടില്ല. മാരീഡ് ആണെങ്കിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ ഒരു എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടി HR ആരെങ്കിലും ആയിക്കോട്ടെ, ഒന്നെങ്കിൽ എംപ്ലോയിയോ എംപ്ലോയിക്ക് എഡിറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടി HR എഡിറ്റ് ചെയ്ത് ഒരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഫീൽഡിൽ ഒരു വാല്യൂ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അടുത്തുള്ള വാല്യൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡിന്റെ വിസിബിലിറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, സേവ് ചെയ്യുന്നതിന് മുന്നെയാണ് അത് വരുന്നത്, സേവ് ചെയ്തതിന് ശേഷമല്ല. സോ വിത്തിൻ ദ സ്ക്രീൻ, വിത്തിൻ ദ UI ഈ നമുക്ക് ഈ ചേഞ്ചസ് കാണണമെങ്കിൽ നമുക്ക് ഓൺ ചേഞ്ച് എന്ന റൂൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓൺ ചേഞ്ച്. സോ ഓൺ ചേഞ്ച് എഴുതാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മളെ റൂള് ഈ സിസ്റ്റത്തിൽ എവിടെ റൂൾ എഴുതണമെങ്കിലും, ബിസിനസ് റൂൾ എന്നുള്ള കോൺസെപ്റ്റ് എവിടെ എഴുതണമെന്നുണ്ടെങ്കിലും ഒറ്റ ടൂളേ ഉള്ളൂ, കോൺഫിഗർ ബിസിനസ് റൂൾസ്. ഈ ഒറ്റ ടൂളേ ഉള്ളൂ, വേറെ ഒരു ടൂളും ഇല്ല. കോൺഫിഗർ ബിസിനസ് റൂൾ. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ഇവിടെ പിക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത പോലെ ഇവിടെ ക്രിയേറ്റ് എ റൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സപ്പോസ് ഈ പേഴ്സണൽ ഇൻഫോർമേഷന്റെ കീഴിലുള്ള പോർട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ സുരാഗ് ഈ റൂള് കൊണ്ടുവരാൻ പോകുന്ന പോർട്ട്ലെറ്റ്, ഫ്രണ്ട് എൻഡ് ആണല്ലോ ആൾക്കാർ കാണുന്നത്, എല്ലാം പോർട്ട്ലെറ്റ് ആണല്ലോ. ഫ്രണ്ട് എൻഡിൽ ആൾക്കാർക്ക് പോർട്ട്ലെറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സുരാഗ് ബിസിനസ് റൂൾ എഴുതാൻ പോകുന്ന പോർട്ട്ലെറ്റ് സക്സഷൻ ഡാറ്റ ആണെങ്കിൽ, അല്ലാത്ത പക്ഷം കുറച്ചും കൂടെ എളുപ്പത്തിലാണെങ്കിൽ ഈ പോർട്ട്ലെറ്റ് എല്ലാം മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ്റെ അകത്തുള്ള HRIS എലമെന്റ്സ് ആണെങ്കിൽ, കാരണം സക്സഷൻ ഡാറ്റയിൽ ഉള്ളവരല്ലേ ഈ കിടക്കുന്നത്, എംപ്ലോയി ഇൻഫോർമേഷൻ, എംപ്ലോയ്മെന്റ്, ഈ ടൂളിൻ്റെ അകത്തുള്ള HRIS എലമെന്റും HRIS ഫീൽഡുകൾക്കുമാണ് ബിസിനസ് റൂൾ എഴുതാൻ പോകുന്നതെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ എംപ്ലോയി സെൻട്രൽ, അതായത് കോൺഫിഗർ ബിസിനസ് റൂളിൻ്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ റൂൾ എന്ന പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തതിന് ശേഷം ഈ എംപ്ലോയി സെൻട്രൽ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ, വേറെ ഒന്നും ചൂസ് ചെയ്യാൻ പാടില്ല. വേറെ ഏത് ചൂസ് ചെയ്താലും വർക്ക് ആകത്തില്ല, ഇല്ല, അതിന് ഓപ്ഷൻ ഇല്ല. സോ എംപ്ലോയി സെൻട്രൽ കോർ എടുക്കുക. അതിൽ തന്നെ ട്രിഗർ ഓൺ ചേഞ്ച് നമ്മുടെ കിടപ്പുണ്ട്. ട്രിഗർ ഓൺ ചേഞ്ച്, ഈ ട്രിഗർ ഓൺ ചേഞ്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ നിന്നെ കാണിച്ച പോലെ ഒരു പേര് കൊടുക്കുക. അപ്പൊ മാരിറ്റൽ സ്റ്റാറ്റസ് ഫീൽഡ് വിസിബിലിറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം മാരേജ് ഡേറ്റ് ഫീൽഡ് റൂൾ പോരെ? അപ്പൊ കറക്റ്റ് ആണല്ലോ. മാരേജ് ഡേറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഫീൽഡ് ആണ് ചെയ്യാൻ പോകുന്നത്. മാരേജ് ഡേറ്റ് ഫീൽഡ് റൂൾ. ഞാനിവിടെ പേര് എഴുതിയുള്ളൂ. സ്ക്രീനിൽ എവിടെയെങ്കിലും സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ID ക്രിയേറ്റ് ആവും. ആ IDയിൽ എവിടെയൊക്കെ സ്പേസസ് ഉണ്ടോ അവിടെ വന്നോളും. ഇനി പേഴ്സണൽ ഇൻഫോർമേഷനിലാണ് ഇത് കൊണ്ടുവരുന്നതുള്ളൂ, സുരാഗിന് അറിയാം. ഇത് ഒരു സക്സഷൻ ഡാറ്റ പോർട്ട്ലെറ്റ് ആണെന്നും അതൊരു HRIS എലമെന്റ് ആണെന്നും സുരാഗിന് അറിയാം. പക്ഷേ ഇവിടെ ഞാൻ ഓൺ ചേഞ്ച് എന്നേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഏത് HRIS എലമെന്റ് സെലക്ട് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല, ഏത് പേഴ്സണൽ ഇല്ല. അത് സെലക്ട് ചെയ്യേണ്ട സ്ഥലമാണ് ഈ ബേസ് ഒബ്ജക്റ്റ്. ഇവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ് കിടക്കും, പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ. ഇനി ഈ മോഡൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ റൂളിന്റെ ഹയർ വേർഷൻ ലേറ്റസ്റ്റ് റൂളുമാണ്, അല്ലാത്ത പക്ഷം ഇങ്ങനെ ചിന്തിക്കാം, ഡാറ്റ മോഡൽ.
പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ എന്ന് പറയുന്നതും സക്സഷൻ ഡാറ്റ മോഡൽ ഉള്ളതല്ലേ? ഈ അതെ. പോർട്ട്ലെറ്റ് അപ്പൊ അതാണ് സെലക്ട് ചെയ്യുന്നത്. ഓർക്കുക, ഇവിടെ HRIS എലമെന്റിന് വേണ്ടി ഏത് HRIS എന്ന് കൊടുത്തിട്ടില്ല. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബേസ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പം ഇഫ് കണ്ടീഷനും ദെൻ കണ്ടീഷനും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കണം എന്നാണ്. അപ്പം ഇഫ് കണ്ടീഷനിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇത്തിരി സ്ട്രെയിറ്റ് ഫോർവേഡ് എഴുതാം. പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ പോർട്ട്ലെറ്റിന്റെ അകത്ത് മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫീൽഡിന്റെ അകത്ത് സെലക്ട് ചെയ്താൽ വാല്യൂ വരും. ആ വാല്യൂ മാരീഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. മാരീഡ് ആണെങ്കിൽ സെറ്റ്, നമ്മൾ സെറ്റ് ചെയ്യാണ്. ഇപ്പം ഇതാണ് കണ്ടീഷൻ എങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനോട് പറയാണ് സെറ്റ് മാരേജ് ഡേറ്റ് ഫീൽഡിന്റെ വിസിബിലിറ്റി വ്യൂ ആയിരിക്കണം. എൽസ് എന്ന് പറഞ്ഞാൽ ആഡ് എൽസ് എന്ന് പറയാം. ആഡ് എൽസ് ഇഫ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ എഴുതേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. കേട്ടില്ല. വാല്യൂ അല്ലല്ലോ. മാരേജ് ആണെങ്കിൽ മാരേജ് ഡേറ്റിന്റെ വിസിബിലിറ്റിയിലേ കൊടുക്കാൻ പറ്റുള്ളൂ. വാല്യൂ നമുക്കറിയില്ലല്ലോ. അല്ല, അതിന്റെ മുന്നത്തെ ഒരു ഫീൽഡ് കണ്ടില്ലേ, വാല്യൂ എന്നുള്ളത്, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണോ? ഇതോ? അതെ അതെ അതെ. അല്ല, ഇത് ഏത് വാല്യൂ ഇപ്പൊ നോക്കിയേ. ഇത് മിനിമൈസ് ചെയ്യുമ്പോൾ നോക്കിയേ. മാരിറ്റൽ സ്റ്റാറ്റസിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാരീഡ് എന്നാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇത് വാല്യൂ എന്ന് ഒഴിച്ച് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നല്ലെന്നാണ്. നല്ലെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റൂല. ഇവിടെ വാല്യൂ എന്ന് സെലക്ട് ചെയ്ത കാരണം ഇത് പിക്ക് ലിസ്റ്റ് ആയതുകൊണ്ട് വാല്യൂ ഉണ്ടെന്നും ഈ വാല്യൂവിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. മാരീഡ്. ഇവിടെ വിസിബിലിറ്റിയുടെ 3 വാല്യൂസ് ഇവിടെ ഉണ്ട്. അതിൽ വാല്യൂ ഏതെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത് മിനിമൈസ് ചെയ്യുമ്പോഴേക്കും ഈ ഐ ബട്ടൺ മാറ്റുമ്പോഴേക്കും നോക്കിക്കേ, പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന പോർട്ട്ലെറ്റിൽ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ വാല്യൂ മാരീഡ് ആണെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ ഇൻഫോർമേഷൻ എന്ന പോർട്ട്ലെറ്റിൽ മാരേജ് ഡേറ്റ് എന്ന് പറയുന്ന ഫീൽഡിന്റെ വിസിബിലിറ്റി കാണണം എന്നാണ്. അല്ലാത്ത പക്ഷം എൽസ് എന്ന് പറഞ്ഞാൽ ഈ മാരീഡ് അല്ലാതെ വേറെ ഏത് ഫീൽഡ് ഉണ്ടെങ്കിലും എൽസ് സെറ്റ് പേഴ്സണൽ ഇൻഫോർമേഷൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ കോപ്പി എടുക്കാന്നേ ഉള്ളൂ. കോപ്പി ഇവിടെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. പേസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ലൈനും കൂടെ വരും, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലാത്ത പക്ഷം എന്താണ്? നൺ. മാരീഡ് ആണെങ്കിൽ കാണണം. എൽസ് എന്ന് പറഞ്ഞാൽ ഈ ഇഫ് കണ്ടീഷന്റെ ആണ് എൽസ്. മാരീഡ് അല്ലാത്ത ഏത് വാല്യൂവിനും നോ ആയിരിക്കണം. ഓക്കെ ആണ്? മനസ്സിലായി. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ്. സേവ് ചെയ്തതിന് ശേഷം ഈ ഐ ഡി കോപ്പി ചെയ്യുക. റൂളിന്റെ ID കോപ്പി ചെയ്യുക. ID കോപ്പി ചെയ്തിട്ട് കോപ്പി മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ വരിക. അവിടെയാണല്ലോ ഈ പേഴ്സണൽ ഇൻഫോർമേഷൻ പോർട്ടലിന്റെ ബാക്ക് എൻഡ് ഇരിക്കുന്നത്. അവിടെ റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തിട്ട് പേഴ്സണൽ ഇൻഫോ എന്ന് സെലക്ട് ചെയ്യുക. ഓൺ ചേഞ്ച് റൂളാണ് എഴുതുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഓൺ ചേഞ്ച് റൂളാണ് എഴുതുന്നതെങ്കിൽ എപ്പോഴും ഇഫ് കണ്ടീഷൻ ദെൻ കണ്ടീഷനോ സെറ്റ് എൽസ് കണ്ടീഷനോ അല്ല, ഇഫ് കണ്ടീഷനിലെ ഫീൽഡ് ശ്രദ്ധിക്കുക. ഇഫ് കണ്ടീഷനിലെ ഫീൽഡ് ഏതാണ്? 2 ഫീൽഡ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഒരെണ്ണം ഇഫ് കണ്ടീഷനിലും ഒരെണ്ണം ദെന്നും എൽസിലും. ഇഫ് കണ്ടീഷനിലെ ഫീൽഡ് എന്താ? പേഴ്സണൽ ഇൻഫർമേഷൻ. അത് പോർട്ട്ലെറ്റ് അല്ലേ? ഫീൽഡ് മാരീഡ് അല്ലേ? ഫീൽഡ് എന്ന് പറയുന്നത് മാരിറ്റൽ സ്റ്റാറ്റസ്, വാല്യൂ ആണ് മാരീഡ്. സോറി മാരിറ്റൽ സ്റ്റാറ്റസ്. മാരിറ്റൽ സ്റ്റാറ്റസ് ആണ് ഫീൽഡ്, വാല്യൂ ആണ് മാരീഡ്. മാരിറ്റൽ സ്റ്റാറ്റസ് ഫീൽഡ്. അപ്പൊ ഈ ഓൺ ചേഞ്ച് എഴുതുന്ന സമയത്ത് എപ്പോഴും ഇഫ് കണ്ടീഷൻ ഫീൽഡ് ആയത് നോക്കുക. എന്നിട്ട് ടേക്ക് ആക്ഷൻ മേക്ക് ആക്ഷൻ നമ്മുടെ ആ ഫീൽഡിലോട്ട് പോവാം. കാരണം ഓൺ ചേഞ്ച് എന്ന് പറയുന്നത് മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. ഏറ്റവും താഴെ ട്രിഗർ റൂൾസ് ഉണ്ട്. അപ്പോൾ ടേക്ക് ആക്ഷൻ മേക്ക് ആക്ഷൻ മാരിറ്റൽ സ്റ്റാറ്റസിന്റെ ഡീറ്റെയിൽസിൽ പോവുക. ഇവിടെ ബേസ് സബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ചൂസ് ചെയ്തത് പേഴ്സണൽ ഇൻഫർമേഷൻ മോഡൽ അല്ലേ? അതുകൊണ്ട് ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ മോഡൽ എന്ന് സെലക്ട് ചെയ്യാം.
അതിനുശേഷം ഇവന്റ് ടൈപ്പ് ഇവിടെ ഓൺ ചേഞ്ച് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഇടാൻ പറ്റില്ല. ഫീൽഡിന്റെ അകത്തൊരു റൂള് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൺ ചേഞ്ച് റൂൾ ആയിരിക്കും. റൂള് സെലക്ട് ചെയ്യുക, ആ കോപ്പി ചെയ്ത ID ഇവിടെ കൊടുക്കുക, ഡൺ, സേവ്. ശ്രദ്ധിച്ചോ, ഓൺ ചേഞ്ച് റൂൾ ആയതുകൊണ്ട് ഇഫ് കണ്ടീഷനിൽ ഏത് ഫീൽഡാന്ന് നോക്കി ആ ഫീൽഡ് അനുസരിച്ച് ഞാൻ പേഴ്സണൽ ഇൻഫോർമേഷൻ നമ്മുടെ പോർട്ട്ലെറ്റ് ഏതാണോ അവിടെ പോയി മാരിറ്റൽ സ്റ്റാറ്റസ്, ഇഫ് കണ്ടീഷനിലെ ഫീൽഡ് മാരിറ്റൽ സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ, അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു, അവിടെ ഓൺ ചേഞ്ച് ആയിട്ട് ഞാൻ ഈ റൂള് കൊടുത്തു. റൂളിൽ കൊടുത്തിരുന്ന ബേസ് ഒബ്ജക്റ്റും ഇവിടെയും സെയിം ആയിരിക്കണം, എന്നാലേ ഇത് വിസിബിൾ ആകത്തുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഫൈൻ, ഓക്കെ, ഡൺ. നമ്മൾ സേവ് ചെയ്തു. ഇനി എംപ്ലോയി പ്രൊഫൈൽ പോയി റിഫ്രഷ് ചെയ്യുക, വീണ്ടും പേഴ്സണൽ ഇൻഫോർമേഷനിൽ പോവുക, എഡിറ്റ് കൊടുക്കുക. ഇപ്പൊ Jan 2, 2025 ഒന്നുമില്ല ഇവിടെ, മാരിറ്റൽ സ്റ്റാറ്റസും ഇല്ല, മാരീഡും ഇല്ല. അപ്പൊ ഞാൻ പുതിയൊരു ഡേറ്റ് കൊടുക്കുകയാണ്, Jan 1, 2025. ഇപ്പം ഇതിലൊന്നും സെലക്റ്റഡ് അല്ലല്ലോ, അല്ല. ഇനി ഞാൻ മാരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കാണണ്ടല്ലേ? മാരീഡ് ആണെങ്കിൽ കാണണ്ടല്ലേ? മാരീഡ് ആണെങ്കിൽ ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മാരീഡ് ആണെങ്കിൽ കാണണം, അല്ലെങ്കിലല്ലേ കാണേണ്ട ആവശ്യമുള്ളൂ. കല്യാണം കഴിക്കാനെങ്കിൽ മാരേജ് ആയിട്ട് വരിക. ഓക്കെ, ഡിവോഴ്സ്ഡ് ആണെങ്കിൽ ഇല്ല, ആ ഫീൽഡ് ഇല്ല. സിംഗിൾ ആണെങ്കിലും ആ ഫീൽഡ് ഇല്ല. പക്ഷെ എല്ലാം ഞാൻ സേവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സംഭവിക്കുന്നില്ലേ? അപ്പം ഓൺ ദ സ്ക്രീനിൽ തന്നെ ചേഞ്ച് ആവുകയാണ്. പക്ഷെ കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഒന്നും സെലക്ട് ചെയ്തില്ലെങ്കിൽ വരാനും പോകുന്നില്ല. ഇനി മാരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാരേജ് ഡേറ്റ് പോകുന്നു, പക്ഷെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മള് വേറൊരു വ്യത്യാസം കാണിച്ചു തരാം. ആദ്യം ഈ റൂൾ എഴുതിയപ്പം ഇത് ഒരു ആഷ് കളറിൽ കണ്ടോ? ഏറ്റവും മുകളിൽ റൂൾ എഴുതുമ്പം ആഷ് കളറിലായിരിക്കും. റൂൾ അസൈൻ ചെയ്തതിന്, അസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിലോ ഈ പോർട്ട്ലെറ്റിലോ കൊണ്ടിട്ടതിന് ശേഷം ഇനി റിഫ്രഷ് ചെയ്യുമ്പോൾ ഈ റൂള് ഒരു ഗ്രീൻ കളർ വിത്ത് ടിക്കിലായിരിക്കും കാണുന്നത്. അതിന്റെ അർത്ഥം ഈ റൂള് എഴുതി ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്, ഇത് അസൈൻ ചെയ്തിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ ടേക്ക് ആക്ഷൻ, മേക്ക് ആക്ഷൻ കൊടുത്തിട്ട് ഈ വ്യൂ എന്നുള്ളതിനെ മാറ്റി എഡിറ്റ് ആക്കണം. എഡിറ്റ് എന്ന് എഴുതിയാൽ മതി. എഡിറ്റ് ആകുമ്പോൾ രണ്ട് ഫംഗ്ഷനാലിറ്റി ഒരുമിച്ച് നടക്കും, വ്യൂ നടക്കും, എഡിറ്റ് നടക്കും. ഇനി എംപ്ലോയിഡ് അവിടെ പോയിട്ട് റിഫ്രഷ് ചെയ്താൽ, ഞാൻ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. വ്യൂ ആകുമ്പോൾ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി പേഴ്സണൽ ഇൻഫോർമേഷനിൽ പോയി എഡിറ്റ്, ഞാൻ പറഞ്ഞ ഡേറ്റ് ഒരു ഡേറ്റ് കൊടുത്താൽ മാരിറ്റൽ സ്റ്റാറ്റസിന് മാരീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കാണാനും പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും, ഇല്ലേ? അതേ സമയത്ത് ഡിവോഴ്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ നമുക്കിപ്പോ ഇയാളെ മാരീഡ് ആക്കാം. മാരീഡ് എന്ന് കൊടുത്തു, മാരേജ് ഡേറ്റും ഞാൻ അതേ ഡേറ്റ്, കാരണം അന്ന് മുതലായിരിക്കുമല്ലോ അയാൾ മാരീഡ് ചെയ്യുന്നത്. മാരീഡ് എന്നും കൊടുത്തു, January 1, 2025. സേവ്. കാണുന്നുണ്ടോ? ഇനി അടുത്തൊരു ഡേറ്റ് കൊടുക്കുകയാണ്, January 1, 2026 ഞാൻ അയാളെ ഡിവോഴ്സ്ഡ് ആക്കണം. ഇനി സിംഗിൾ ആവാൻ പറ്റില്ലല്ലോ, ഡിവോഴ്സ്ഡ് ആയി. കാരണം മാരീഡ് എന്നുള്ള റെക്കോർഡ് നേരത്തെ കമ്പനിയിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഡിവോഴ്സ് ചെയ്താലല്ലേ അത് പോകത്തുള്ളൂ. അപ്പൊ ഡിവോഴ്സ് ആയി. ഫീൽഡ് ഇല്ലല്ലോ, ഇല്ല. സേവ് കൊടുത്തു. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നുണ്ട്, എന്താ മാരേജ് ഡേറ്റും കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോ എഴുതിയത് വെറും ഓൺ ചേഞ്ച് മാത്രമാണ്. സ്ക്രീനിന്റെ അകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് കാണണം എന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനത്തെ കേസിൽ ഓൺ ചേഞ്ചും ഓൺ വ്യൂവും ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. ഓൺ സേവ് അല്ല, ഓൺ ചേഞ്ചും ഓൺ വ്യൂവും. ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന ചേഞ്ചസും, ഓൺ വ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ കാണുന്ന തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ നമ്മൾ അടുത്ത റൂൾ എഴുതും, ക്രിയേറ്റ് ന്യൂ റൂൾ. വീണ്ടും എംപ്ലോയി സെൻട്രൽ കോർ. ഇത് കണ്ടോ, ഇവിടെ ഓൺ ചേഞ്ച് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തു. ഇപ്പൊ കണ്ടോ, ട്രിഗർ ഓൺ വ്യൂ റൂൾസ് ഫോർ HRS എലമെന്റ്.
Okay. ഓൺ വ്യൂ എഴുതിയിരിക്കുന്നത്. ഇത് ഓൺ ചേഞ്ച്, ട്രിഗർ ഓൺ ചേഞ്ച്, ഇത് ട്രിഗർ ഓൺ വ്യൂ. അത് HRS എലമെന്റ് വേണ്ടിയാണ്. സെലക്ട് ചെയ്യുക, സെയിം മുകളിൽ പോയി റൂൾ കൊടുക്കുക. അതിൽ മാരേജ് ഡേറ്റ് ഓൺ വ്യൂ റൂൾ. ID വന്നു. ഇവിടെയും ബേസ് ഒബ്ജക്റ്റ് ഏത് പോർട്ട്ലെറ്റിന് വേണ്ടിയാണോ ആ പോർട്ട്ലെറ്റ്. അപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ കണ്ടിന്യൂ. സെയിം കണ്ടീഷൻ കൊടുത്താൽ മതി. സെയിം കണ്ടീഷൻ. ഇഫ് പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ മാരിറ്റൽ സ്റ്റാറ്റസ് വാല്യൂ ഈസ് ഈക്വൽ ടു മാരീഡ്, then set marriage date visibility. എഡിറ്റ് ആണ് കൊടുക്കണം, നല്ല കാണാം. എഡിറ്റ് ആണ്. ഇനി ആഡൽസ്, ഇത് കോപ്പി പേസ്റ്റ് ഡിലീറ്റ്, ഇത് നൺ ആണെന്നും കൊടുക്കാം. നൺ. സേവ്. സെയിം റൂൾ തന്നെയല്ലേ, വ്യത്യാസം ഒന്നുമില്ലല്ലോ. ഡിറ്റോ റൂളാണ്. ആകെ വ്യത്യാസം ഇത് ഓൺ വ്യൂ ആണ്. ഓൺ ചേഞ്ചിന്റെ കേസിൽ മാത്രം ഇഫ് കണ്ടീഷനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഓൺ ചേഞ്ചിൽ മാത്രമാണ് ഏത് ഫീൽഡും നോക്കേണ്ടത്. ഓൺ ചേഞ്ച് ഒഴിച്ച് ബാക്കി ഒരു റൂളിനും അങ്ങനെ ബോധമൊന്നും ചെയ്യേണ്ട. റൂൾ എഴുതുക, റൂള് കോപ്പി ചെയ്യുക, നേരെ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ, സ്ക്രീൻ ഓപ്പൺ ആണെങ്കിൽ റിഫ്രഷ് ചെയ്യണം. എന്നിട്ട് ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ കൊടുത്തിട്ട് ഏറ്റവും താഴെ വരിക. ഇവിടെ ഉണ്ട് ട്രിഗർ റൂൾസ്, കണ്ടോ? ഫീൽഡിന്റെ അകത്ത് ട്രിഗർ റൂൾസ് ഉണ്ട്, അത് എപ്പോഴും ഓൺ ചേഞ്ച് മാത്രമായിരിക്കും. ഫീൽഡിന് പുറമെ ഈ പോർട്ട്ലെറ്റിനായിട്ടുള്ള റൂളാണ് കാണുന്നത്. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോ കാണുന്ന പോർട്ട്ലെറ്റ് ആയിട്ടല്ലേ, മുഴുവൻ പോർട്ട്ലെറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം മുഴുവൻ പോർട്ട്ലെറ്റിന് വേണ്ടിയുള്ള റൂളും എഴുതണം. ഇനി ഓൺ ചേഞ്ച് ആണെങ്കിൽ പോർട്ട്ലെറ്റിനകത്ത് ആരാ കിടക്കുന്നത്? പോർട്ട്ലെറ്റിനകത്ത് കിടക്കുന്ന ആരൊക്കെയാ? ഫീൽഡ് അല്ലേ? അപ്പൊ ഫീൽഡ് അകത്ത് റൂൾ എഴുതണമെങ്കിൽ ഓൺ ചേഞ്ചും, പോർട്ട്ലെറ്റിനാണെങ്കിൽ മുഴുവനുമായിട്ടും പോർട്ട്ലെറ്റിന്. സോ ഇത് പോർട്ട്ലെറ്റിന് വേണ്ടിയുള്ള ട്രിഗർ റൂൾസ് ആണ്. ഇത് പോർട്ട്ലെറ്റിനകത്തുള്ള ഫീൽഡിന് വേണ്ടിയുള്ള ട്രിഗർ റൂൾസ് ആണ്. അതുകൊണ്ടാണ് ഫീൽഡിന്റെ അകത്ത് മാത്രം ഓൺ ചേഞ്ചും ബാക്കിയെല്ലാം ദാ ഇവിടെ കിടക്കും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, ഇല്ല മനസ്സിലായി. പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ സെലക്ട് ചെയ്യുക. ഓൺ വ്യൂ എന്ന് സെലക്ട് ചെയ്യുക. കാരണം ഓൺ വ്യൂ റൂൾ നമ്മൾ എഴുതിയത്. ഓൺ വ്യൂ എന്ന് എഴുതുക. സെലക്ട് ചെയ്തതിനു ശേഷം ആ കോഡ് കൊടുക്കുക, ഓൺ വ്യൂ റൂൾ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഓൺ ലിമിറ്റ് നമുക്കുള്ളതല്ല, ഓൺ ബോർഡിംഗ് ടീമിനുള്ളതാണ്. എന്നാലും അറിയാണ്ട് അത് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ റൂൾ സെലക്ട് ചെയ്താൽ നോ റിസൾട്ട്സ് എന്ന് വരത്തുള്ളൂ. ഇനി ഇവിടെ തെറ്റിപ്പോയെന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ കൊടുത്താലും ഞാൻ ഇവിടെ സെലക്ട് ചെയ്താൽ എനിക്കിത് വരും. പക്ഷേ അത് ഓൺ ബോർഡിംഗ് ടീമിനുള്ളതാണ്, നമുക്കുള്ളതല്ല. ഓൺ ലിമിറ്റ് നമുക്കുള്ളതല്ല. സോ അതുകൊണ്ട് ഏത് ഒബ്ജക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൺ വ്യൂ ആണോ ഓൺ ചേഞ്ച് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ഈവൻ ടൈപ്പ് സെലക്ട് ചെയ്യാനും റൂൾ കൊടുക്കാനും. എന്നാലേ വർക്ക് ആകത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഈ റൂള് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പൊ നമ്മൾ 2 റൂൾ എഴുതി. ഒന്ന് മാരിറ്റൽ സ്റ്റാറ്റസിന്റെ ഡീറ്റെയിൽസിന്റെ അകത്ത് ഒരു ഓൺ ചേഞ്ച് ഉണ്ട്, അത് അകത്ത് തന്നെ പോകണോ നിർബന്ധമില്ല. ഇവിടെ TR എന്ന് കണ്ടോ, ഡീറ്റെയിൽസിന്റെ താഴെ ആ TR ട്രിഗർ റൂൾ എന്നാണ്. ട്രിഗർ റൂൾ നമ്മൾ കൊടുത്ത റൂള് കിടക്കുകയല്ലേ, അതില്ലാത്ത ഫീൽഡ് TR കാണത്തില്ല. അപ്പം ഓൺ ചേഞ്ച് എല്ലാം ഫീൽഡിന്റെ അകത്തും, ഓൺ ചേഞ്ച് ഒഴിച്ച് ബാക്കിയെല്ലാം മൊത്തം പോർട്ട്ലെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഏറ്റവും താഴെ. ഇനി നമ്മൾ ഇവിടെ ഇപ്പൊ ഡിവോഴ്സും മാരേജ് ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സ്ക്രീൻ ഒന്ന് റിഫ്രഷ് ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ് ആയില്ലേ? ഇപ്പൊ ഡിവോഴ്സിന് ഡേറ്റ് ഇല്ല, എന്നാൽ 2025 മാരേജിന് ഡേറ്റ് ഉണ്ട്. നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ആ റൂള് മാത്രമല്ലേ എഴുതിയുള്ളൂ. അപ്പൊ കാണാൻ ഓൺ വ്യൂ എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്ക്രീനിൽ എങ്ങനെ കാണണം എന്നുള്ളതും, ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്ക്രീനിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം, അതാണ് കോൺസെപ്റ്റ്.
ഓൺ ചേഞ്ചും ഓൺ വ്യൂവും ഈ രണ്ടെണ്ണത്തിന്റെയും കോമ്പിനേഷൻ ഉണ്ടെങ്കിലേ അത് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ. എന്ത് സെനാരിയോയിലാണെങ്കിലും ഈ HRIS എലമെന്റ്, അതായത് ഈ മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ കാണുന്ന സക്സഷൻ ഡാറ്റ പോർട്ടലറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പോർട്ടലറ്റിനും ഓൺ വ്യൂ എന്നൊരു റൂളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ കാണണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റൂ. സുരാഗ്, എന്ത് പറ്റി? ഹലോ. പെട്ടെന്ന് ലെഫ്റ്റ് ആ ടൈം ആയി. ഞാൻ മീറ്റിംഗ്. സോറി കണ്ടിന്യൂ. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ നോക്കുമ്പോ ആളില്ല. അല്ല, ഞാൻ ഇപ്പൊ തന്നെ പോയുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിലായി മനസ്സിലായി റീകണക്ട് ആക്കി. ഓക്കെ. മനസ്സിലായി. അല്ല, ഞാൻ പെട്ടെന്ന് എന്റെ നോക്കി. എന്റെ നെറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. കാരണം എന്റെ ഇഷ്യൂ ആ എന്റെ വൈഫ് അവിടെ നെറ്റ്ഫ്ലിക്സ് കാണുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി നെറ്റ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ നോക്കിയത്. ഓക്കെ. ഇല്ലില്ല, പെർഫെക്റ്റ്. അപ്പോ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ടൂളിന്റെ അകത്തുള്ള ഏതൊരു HRIS എലമെന്റിനും നമ്മൾ ഓൺ വ്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടവരാണ്. കാരണം ഒരു എംപ്ലോയിക്ക് ഈ ടൂളൊന്നും കാണാൻ പറ്റില്ല. അയാൾക്ക് ഈ പ്രൊഫൈലാണ് കാണുന്നത്. അയാൾക്ക് ഇത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഓൺ വ്യൂ ഇവിടെ ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ. മനസ്സിലായോ? ഓക്കെ. ഇനി ഓൺ സേവ് എന്താണ്? ഓൺ സേവ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോൾ മാത്രമേ അതെ. സേവ് ചെയ്തതിന് reflect ശേഷം ചെയ്യുള്ളൂ. മാത്രമേ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ഞാനൊരു പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കണം. എഡിറ്റ് 2014 എടുക്കാം. ഇവിടെ ഒരു പിക്ക് ലിസ്റ്റ് അല്ലേ? ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ വാല്യൂ സെലക്ട് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത് എന്ന് പറയാം. ഫീൽഡ് അല്ല സംഭവിക്കുന്നത്, വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. മാരീഡ് എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ ഈ ഫീൽഡിന്റെ കാര്യം മറന്നു വയ്ക്കുക. ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, എന്താന്ന് പറയാൻ പറ്റും? ഡിവോഴ്സ്ഡ് എന്നുള്ളത് കാണിക്കുന്നതാണോ? അല്ല, ഞാൻ ഇവിടെ നോക്കണം. ഈ നടുക്കായിട്ട് നോക്കിയാൽ മതി. എൻ്റെ ഈ മൗസ് കർസർ ചെയ്യുന്നിടത്ത് നോക്കിയാൽ മതി. ഒരു 3 ഡോട്ട്സ് വരുന്നുണ്ടോ സ്ക്രീനിൽ? ജസ്റ്റ് അത് ലോഡിംഗ് ബട്ടൺ അല്ലേ? റിഫ്രഷ് ആകുന്നുണ്ടല്ലോ. അപ്പൊ റിഫ്രഷ് ആകുന്നത് കൊണ്ടല്ലേ വരുന്നത്. അപ്പൊ അപ്പം എന്തെങ്കിലും ഒരു ചേഞ്ച് ഇവിടെ വന്നാലല്ലേ ഏത് റൂളും വർക്ക് ആകത്തുള്ളൂ. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വർക്ക് ആകത്തുള്ളൂ. അതായത് സിസ്റ്റം റിഫ്രഷ് അടിക്കണ്ടേ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പുതിയൊരു ഫീൽഡ് കൊണ്ടുവരികയാണ്. ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ. ഞാനിവിടെ കസ്റ്റം സ്ട്രിംഗ് 23 എന്ന് സെലക്ട് ചെയ്യുന്നു. ഏതാണോ സെലക്ട് ചെയ്യാം, 23. ഞാനിവിടെ സുരാഗ് എന്നാണ് ആ ഫീൽഡ് കൊടുക്കുന്നത്. സുരാഗ് എന്ന് വേണ്ട, ഞാൻ കറക്റ്റഡ് ഫസ്റ്റ് നെയിം എന്നൊരു ഫീൽഡ്. അതായത് ഫസ്റ്റ് നെയിമിൽ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. തെറ്റ് സംഭവിച്ചിട്ടുള്ളതുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റഡ് ഫസ്റ്റ് നെയിം വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ഉപയോഗിക്കാത്തത് ഇവിടെ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട് ഇല്ലേ? ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഉണ്ട്. അല്ലെങ്കിൽ ആ നെയിമിന്റെ വേണ്ട, നമുക്ക്
ഒരു ഫീൽഡ് കൊണ്ടുവന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നാഷണാലിറ്റി ഓൺ സേവ്. ഇത് ഇന്നലത്തെ ക്ലാസ് ഞാൻ പഠിപ്പിച്ച പിള്ളേർക്ക് മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു. ഞാനിപ്പോ എഡിറ്റ് എന്ന് മാത്രം കൊടുത്തതല്ലേ മാരീഡ് എന്നുള്ളത്. ഇപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് പോകാം. മാരീഡ് എഡിറ്റ് മാത്രമല്ലേ ഉള്ളൂ, എഡിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൺ വ്യൂവിന്റെ അകത്ത് എഡിറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. മേക്ക് കറക്ഷൻ ഒരു എക്സ്പ്രഷനും കൂടെ ആഡ് ചെയ്തിട്ട്, കാരണം തുടക്കത്തിൽ ഇത് ഭംഗിയായിട്ട് വർക്കാകും, പക്ഷെ പിന്നെ അങ്ങോട്ട് അത് വർക്ക് ആകാതിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ ആ ചേഞ്ച് കണ്ടു, ശ്രദ്ധിച്ചാൽ മതി. മാരീഡ് സെലക്ട് ചെയ്തിട്ടും നമുക്ക് ഫീൽഡ് വരുന്നില്ല. അപ്പൊ ഇവിടെ വ്യൂവെന്നും കൂടെ കൊടുക്കണം. മാരീഡ് ആണെങ്കിൽ വ്യൂവും ചെയ്യണം, എഡിറ്റും ചെയ്യണം. വ്യൂവും ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്ന് കൊടുക്കണം. ഇനി നമുക്ക് മാരീഡ് റിഫ്രഷ് ചെയ്യട്ടെ. ക്യാൻസൽ, ക്യാൻസൽ, ഫ്രഷ്. പതിനാല് മാരീഡ് ഉണ്ടോ? ഇപ്പം അത് വരുന്നില്ല. ഇപ്പം സിംഗിളിനും ഡിവോഴ്സിനും ആർക്കും വരുന്നില്ല. അപ്പൊ നമ്മൾ ഓൺ ചേഞ്ച് എഴുതിയില്ലേ, ഓൺ ചേഞ്ച് എഴുതിയ റൂളിന്റെ അകത്തും മാരിറ്റൽ സ്റ്റാറ്റസ്, ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്ത് ഇതിനെ വിളിക്കുന്നത് ക്വിക്ക് കാർഡ് എന്നാണ്. ഈ വ്യൂ റൂൾ എന്ന് കാണുന്നുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ കാണുന്ന ഓരോ സെക്ഷനെയും പറയുന്നത് ക്വിക്ക് കാർഡ് എന്നാണ്. നമ്മളിനി കഷ്ടപ്പെട്ട് ടൂളൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ്, ഇവിടെയും ഞാൻ കോപ്പി, ആഡ് എക്സ്പ്രഷൻ, പേസ്റ്റ്, ഡിലീറ്റ്. ആദ്യത്തേന് വ്യൂ എന്ന് കൊടുക്കുക, വ്യൂ എഡിറ്റ്. ഇപ്പം ഓൺ ചേഞ്ചിലും ഓൺ വ്യൂവിലും മാരീഡ് ആണെങ്കിൽ വ്യൂ ആയിരിക്കണം, എഡിറ്റും ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്യണം. കാര്യം മനസ്സിലാകുന്ന അതെ. ഓക്കെ. ഇനി പേഴ്സണൽ ഇൻഫോർമേഷൻ, എഡിറ്റ്, ഇന്ന് ഡേറ്റ് എടുക്കുന്നു, മാരീഡ്. ഇപ്പൊ അത് വരാത്തത് എന്തോ ഫീൽഡിന്റെ ഇത് മാത്രമേ ഉള്ളൂ. നോർമലി വന്നുകൊണ്ടിരുന്നതാണ്. ഡിവോഴ്സ്ഡ്, സിംഗിൾ, സിസ്റ്റം കൊണ്ടാരായ കുഴപ്പമില്ല. നമുക്കിപ്പോ അത് കഴിഞ്ഞു. നമ്മൾ എന്തായാലും ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു. ഇപ്പൊ അതല്ല നമുക്ക് വേണ്ടത്. ഡീറ്റെയിൽസ്, ക്വിക്ക് കാർഡിന്റെ ഇതെന്തായിരുന്നു? ക്വിക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ കോൺഫിഗർ ബിസിനസ് റൂൾസിൽ പോകണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. കോൺഫിഗർ ബിസിനസ് റൂൾസിൽ വരണം, പിന്നെ ബിസിനസ് റൂളിന്റെ പേര് ടൈപ്പ് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനേക്കാളും നല്ലത് എവിടെയാണ് റൂൾ അവിടെ തന്നെ സെലക്ട് ചെയ്ത് ഓപ്പൺ ആവത്തില്ലേ. ക്വിക്ക് കാർഡ് അപ്പിയർ ആവണമെങ്കിൽ പ്രത്യേക സെറ്റ് ഓഫ് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി ഒരു ഓൺ സേവും കൂടെ നമുക്ക് എഴുതാം. ഓൺ സേവ്, എംപ്ലോയി സെൻട്രൽ കോർ, ഒരു ഓൺ സേവും കൂടെ നമ്മൾ എഴുതുന്നുണ്ട്. ആ ഓൺ സേവിൽ അവിടെയും നമുക്ക് മാരിറ്റൽ ഡേറ്റ്, ഓൺ സേവ്, ഇത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ സേവ് ഞാനിപ്പോൾ സ്പേസ് കൊടുത്തിട്ട് ഈ കൊടുത്തൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഓക്കെ വന്നു. ഒന്നുകൂടെ അത് കളയുക, കാരണം പ്രോപ്പർ നെയിം കിട്ടാൻ വേണ്ടിയാണേ. ഓൺ സേവ്
ഓൺ സേവ് എന്ന് വന്നു. ഇവിടെയും പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ എന്ന് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ. If personal information model marital status value is equal to married, then set marriage date അല്ലെങ്കിൽ marriage date value to be equal to, നമുക്കൊരു ഡേറ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇന്ന ഡേറ്റ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഒരു ഇന്ന ഡേറ്റ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല, പറയാൻ പറ്റില്ല. അത് കാണിക്കാൻ വേണ്ടിയാണ്. സോ നമ്മൾ ഒന്നുകൂടെ റൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡോൺ സേവ്. ഒന്നും കൂടെ എംപ്ലോയി സെൻട്രൽ കോർ കൊടുക്കുന്നു. ഓൺ സേവ് എടുക്കുന്നു. ഈ ബേസ് ഒബ്ജക്റ്റിൽ ഞാൻ ആദ്യമേ സെലക്ട് ചെയ്യാൻ പോവാണ്. ബേസ് ഒബ്ജക്റ്റ് മോഡൽ വെയിറ്റ് ചെയ്യുക. ഓൺ വ്യൂ, ഓൺ സേവ്, ഓൺ ചേഞ്ച്, ട്രിഗർ പോസ്റ്റ് ഇവന്റ്സ് പോകുന്നില്ല. ഓൺ സേവ് നമുക്ക് അടുത്ത റൂൾ എഴുതാം, കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഓൺ വ്യൂവും നമ്മൾ കൊണ്ടുവന്നു, ഓൺ ചേഞ്ചും കൊണ്ടുവന്നു. പക്ഷെ പെട്ടെന്നായപ്പോഴേക്ക് സിസ്റ്റം എൻ്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. ചെറിയൊരു ഇത് വരുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് പ്രോസസ് ചെയ്യാനായിട്ട് സമയം എടുത്തു. ഭാഗ്യത്തിന് നമ്മളത് ആദ്യം കണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നമുക്ക് ഒരു ഡേറ്റ് എടുത്ത് സെലക്ട് ചെയ്ത് നമ്മൾ ഇപ്പം മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് എടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ആകുന്നുണ്ട്, പക്ഷെ ഫീൽഡ് വിസിബിൾ ആവുന്നില്ല. ആ ഫീൽഡ് വിസിബിൾ ആവുന്നില്ല, വേറൊരിടത്തും വരുന്നുമില്ല. പക്ഷെ ഞാനിപ്പോ ആ ഓൺ വ്യൂ എന്ന് പറയുന്ന റൂൾ ഇപ്പൊ എടുത്ത് മാറ്റിയാൽ ഉറപ്പായിട്ട് അത് വരും. ഓൺ വ്യൂ എടുത്ത് മാറ്റിയാൽ ഉറപ്പായിട്ട് വരും. റിഫ്രഷ്. എഡിറ്റ് 14 കണ്ടോ? വരുന്നുണ്ടോ? ഓൺ വ്യൂ എടുത്ത് മാറ്റിയപ്പോൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ റൂളിൽ ചെറിയ ഒരു മാറ്റം വരുത്തണം. അപ്പൊ നമുക്ക് റൂൾ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ആദ്യം തൽക്കാലം മാരേജ് ഡേറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. മാരേജ് നമ്മൾ എഴുതിയത് ഇതാണ്, മാരേജ് ഡേറ്റ്. ഓൺ വ്യൂ അല്ലേ? ഓൺ വ്യൂ. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് റൂള് വരും. ആദ്യം കിടന്ന റൂൾ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് ഉണ്ടോ? കണ്ടോ? ഇതിപ്പം നമ്മൾ ആ റൂള് ആ പോർട്രേറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞത് ഉള്ളതുകൊണ്ട് വീണ്ടും ആഷായി. ഈ ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് എന്ന് കൊടുക്കുക. ഒരു ഡേറ്റ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യുക. പഴയ റൂൾ അവിടെ കിടന്നോളൂ. അതിന്റെ പുറമെ നമ്മളൊരു പുതിയ റെക്കോർഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻ മാരിറ്റൽ സ്റ്റാറ്റസ് വാല്യൂ മാരീഡ് ആണെങ്കിൽ എന്നാൽ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ? ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ പാരന്റ് ആൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ട് കണ്ടീഷൻ നമുക്ക് എഴുതാം. ഒന്ന് മാരിറ്റൽ സ്റ്റാറ്റസ് വാല്യൂ മാരീഡും, അതുപോലെ മാരേജ് ഡേറ്റ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു നല്ലാണെങ്കിൽ നല്ലോ അല്ലാത്ത പക്ഷം ഇതിനെ ഒരു ഓറാക്കുക, ഇതിനെ മാത്രം ഓറാക്കുക. വീണ്ടും മാരിറ്റൽ സ്റ്റാറ്റസ് ഡേറ്റിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു നൾ. ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോണ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടു മൂന്ന് തരത്തിൽ നോക്കണം. ചിലപ്പോൾ ആദ്യമായിട്ട് അയാൾ സിംഗിൾ നിന്ന് മാരീഡിലോട്ടാണ് അയാൾ ഈ വാല്യൂ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് മാരേജ് ആയിട്ട് കാണത്തില്ലല്ലോ. ഇല്ല, കാണത്തില്ല. അപ്പൊ അത് അയാൾക്ക് കാണണ്ടേ? ആ ഫീൽഡ് അതായത് ആദ്യം ഈ കണ്ടീഷൻ എടുക്കാം. ഫസ്റ്റ് കണ്ടീഷൻ മാരീഡ് വാല്യൂ, പിന്നെ ഇതിലേത് കണ്ടീഷൻ? ഒന്നുകിൽ മാരേജ് ഡേറ്റ് നല്ലോ എം ടിയോ, അല്ലെങ്കിൽ എം ടി അല്ലെങ്കിൽ മാരേജ് ഫീൽഡ് കാണണം എന്നുള്ളതാണ് അല്ലേ? മാരേജ് ഫീൽഡ് കാണണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഡിലീറ്റ് എടുത്ത് കളയാം. എഡിറ്റ്, ഇത് വ്യൂ അല്ലേ? വ്യൂ മാത്രം മതി.
ഇതിൽ ഒരു കണ്ടീഷനും അല്ലെങ്കിൽ എണ്ണായ പോരെ. ഈ ഓർ കണ്ടീഷൻ എന്ന് പറയുമ്പം ആദ്യം ഈ കണ്ടീഷനും ഈ 3 കണ്ടീഷനും ഒരുമിച്ച് നോക്കുന്നതിൽ ഈ മാരേജ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫസ്റ്റ് കണ്ടീഷനും മാരീഡ് വാല്യൂയുടെ ഫസ്റ്റ് കണ്ടീഷനും മാരേജ് ഡേറ്റിന്റെ എം ടി ആണെന്നുള്ളത് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ മാരേജ് സ്റ്റാറ്റസ് മാരീഡും മാരേജ് ഡേറ്റ് എം ടി അല്ലെന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യത്തുള്ളൂ, 3 ഒരുമിച്ച് ചെക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർ കൊടുത്തത്. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന്. ആൻഡ് എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ 3 ഒരുമിച്ച് ആയപ്പോഴാണ്. 3 ഒരുമിച്ച് പറ്റൂലല്ലോ. മനസ്സിലായി. അപ്പം ഇതിപ്പോ വ്യൂ ആണ്. അപ്പൊ വ്യൂ നമ്മൾ ചിന്തിച്ച് ചെയ്യണം. അപ്പം വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പോർട്ട്ലെറ്റിന്റെ കേസും കൂടെയാണ്. അപ്പം വ്യൂവും അപ്പം നമുക്ക് ഈ വ്യൂ മാത്രം വെച്ച് നോക്കാം. തൽക്കാലം എഡിറ്റും കൂടെ കിടക്കട്ടെ. കോപ്പി. ഇതിപ്പോ നമുക്ക് ഓരോ രീതിയിൽ എഴുതുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് എന്നുള്ളതല്ല. നമ്മള് ചില സമയത്ത് സിസ്റ്റം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കുറെ ഫങ്ഷനാലിറ്റി കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നത്. ചില സമയത്ത് സിസ്റ്റം തന്നെ തോന്നിയ ദിവസം കാണിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള റൂൾ എഴുതും. ഇനി നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ഓൾറെഡി അസൈൻഡ് അല്ല, എന്നാലും ഞാൻ തിരിച്ച് അസൈൻ ചെയ്യാൻ പോവാണ്. പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ ഓൺ വ്യൂ. ഞാൻ ഈ റൂൾ എഴുതുമ്പോൾ പലതരത്തിലുള്ള കണ്ടീഷൻസ് വെച്ചായിരിക്കും എഴുതുന്നത്. കാരണം നിങ്ങൾക്ക് ലോജിക്കൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. പല രീതിയിൽ എഴുതിപ്പിക്കും. അല്ലാതെ വെറും സിമ്പിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കോംപ്ലിക്കേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിഫ്രഷ്. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇതിപ്പോ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഓൺ വ്യൂ റൂള് വരുമ്പം ഓൺ ചേഞ്ച് റൂള് വർക്ക് ആകുന്നില്ലായിരുന്നു. അപ്പം അത് തമ്മിൽ കോമ്പിനേഷൻ ഉണ്ട്. അതിവിടെ വർക്ക് ആകുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ആദ്യം നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. നാച്ചുറൽ സ്റ്റാറ്റസ് മാരീഡ് വരുന്നില്ല. നാച്ചുറൽ സ്റ്റാറ്റസ് സിംഗിൾ ഓഫ്കോഴ്സ് വരില്ല. ഡിവോഴ്സ്ഡും വരില്ല. മാരീഡ് എന്ന് കൊടുക്കുന്ന സമയത്ത് റിഫ്രഷ് അടിക്കുന്നുണ്ട്, വരുന്നില്ല. അപ്പോൾ ഓൺ വ്യൂ റൂളിന്റെ അവിടെ വീണ്ടും എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം നമ്മളത് ചെക്ക് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ മേക്ക് കറക്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് മാരേജ് സ്റ്റാറ്റസ് മാരീഡും പേഴ്സണൽ ഇൻഫോർമേഷൻ നള്ളും അല്ലെങ്കിൽ കണ്ടാൽ മതി. അതായത് എം ടി അല്ലെങ്കിൽ കണ്ടാൽ മതി. അപ്പൊ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ്. പിന്നെ ആൻഡ് മോറിന്റെ കണ്ടീഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ സിംപ്ലിഫൈ ആണ്. സിംപ്ലിഫൈ എക്സ്പ്രഷൻ. ഈ സിംപ്ലിഫൈ എക്സ്പ്രഷൻ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ആൻഡ് ആയി മാറി. അല്ലാതെ അവിടെ ഇൻഡു മാർക്ക് അങ്ങനൊന്നും ഇല്ല അല്ലെ? സിംപ്ലിഫൈ ഇൻഡു മാർക്ക് ഉണ്ട്. ഇൻഡു ഉണ്ട്. പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ. അപ്പം നമുക്കിവിടെ ഡിലീറ്റ് കണ്ടീഷൻ അവിടെ വരും. പക്ഷെ വരുമ്പോഴേക്കും മൊത്തത്തോടെ ഡിലീറ്റ് ആയിപ്പോ പിന്നെ ഒന്നേന്ന് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സിംപ്ലിഫൈ കൊടുത്തത്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ മാരീഡും ഈ മാരേജ് ഡേറ്റും ഫീൽഡ് നൾ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു നൾ, അതായത് എം ടി അല്ലെങ്കിൽ കാണണം എന്നുള്ളത് കൊടുക്കുന്നു. ഒരു എഡിറ്റിന്റെ ആവശ്യമില്ല. അല്ലാത്ത പക്ഷം കാണണ്ട എന്നുള്ളത് കൊടുക്കാൻ പോകുന്നു. ഫൈൻ. സേവ്. ഈ റെക്കോർഡിംഗ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നോക്കി 2 ബിസിനസ് റൂൾ ഉണ്ടല്ലേ? ആദ്യം എഴുതിയ ബിസിനസ് റൂളും ഉണ്ട്, രണ്ടാമത് എഴുതിയ ബിസിനസ് റൂളും ഉണ്ട് ഇല്ലേ? അപ്പൊ എം ടി അല്ലെങ്കിൽ ഇനി നമുക്ക് ഓൺ ചേഞ്ചിന്റെ റൂൾ ഒന്ന് ചേഞ്ച് ചെയ്യാം. നാച്ചുറൽ സ്റ്റാറ്റസിന്റെ ഡീറ്റെയിൽസിൽ പോയിട്ട് ഓൺ ചേഞ്ച് റൂൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് മാരീഡ് ആണെങ്കിൽ കാണണം അല്ലെങ്കിൽ ഒന്ന രീതിയിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇൻസേർട്ട് ന്യൂ റെക്കോർഡ്, പുതിയൊരു ഡേറ്റിന് റെക്കോർഡ് കൊടുത്ത് പ്രൊസീഡ് ചെയ്തിട്ട് മാരിറ്റൽ സ്റ്റാറ്റസ് വാല്യൂ മാരീഡും ആഡ് പാരന്റ് ആൻഡ് ഇതൊരു പരീക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ആവില്ല. അടുത്ത് നോക്കണം. മാരേജ് ഡേറ്റിന്റെ വാല്യൂ ഈക്വൽ ടു എം ടി ആണെങ്കിൽ, ഇവിടെ ഈക്വൽ ടു എം ടി ആണെങ്കിലല്ലേ കാണേണ്ടത്, അല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ. മാരീഡും ആണ് ഈക്വൽ ടു എം ടി ആണെങ്കിൽ കാണണം, എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ വർക്ക് ആവണം എന്നുള്ളതാണ്. മറ്റേത് നോട്ട് ഈക്വൽ ടു എം ടി, ഇത് ഈക്വൽ ടു എം ടി.
ക്ലോസ്, റിഫ്രഷ്, റീലോഡ്. ഒരു സെക്കൻഡ്. ഹലോ, ഓക്കെ. സോറി, ബയോഗ്രഫി അല്ല, പേഴ്സണൽ ഇൻഫോർമേഷൻ, എഡിറ്റ്, ടുഡേയ്സ് ഡേറ്റ്, മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ്, വന്നില്ല. ഡിവോഴ്സ്ഡ് വരുന്നില്ല. സോ നമ്മുടെ വില്ലൻ എന്ന് പറയുന്നത് ഈ ഓൺ വ്യൂ ആണ്. ഓൺ വ്യൂ ഇരിക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്കത് വരാത്തത്. നമ്മുടെ ഓൺ ചേഞ്ചിന് തിരിച്ച് പഴയ പോലെ ആക്കിയാൽ മതി. ഈ റൂളും അതാകുമ്പോൾ ഈ റെക്കോർഡ് മാത്രം ഡിലീറ്റ് ചെയ്താൽ പോരെ. പുതിയതായിട്ട് ക്രിയേറ്റ് റെക്കോർഡ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ റെക്കോർഡ് അവിടെ കിടക്കും. ഇത് പെർഫെക്റ്റ് ആയിട്ട് അലൈൻഡ് ആവുന്നതാണ്. കാരണം സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. മാരേജ് ആണെങ്കിൽ വ്യൂ എഡിറ്റ്, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. അപ്പൊ നമുക്ക് ഓൺ വ്യൂ ഓൾറെഡി ഓപ്പൺ ആണോ നോക്കട്ടെ. അല്ല, ഓൺ വ്യൂവിനെ അപ്പൊ ഇവിടെ മാരീഡ് ആണെങ്കിലും നോക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ, എന്തുവാ, ഈ കണ്ടീഷനിൽ ഈ മാരീഡ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യണം. എന്നിട്ട് മാരേജ് ഡേറ്റ് സിംപ്ലിഫൈ നമ്മൾ ക്ലിക്ക് ചെയ്തത് നിർബന്ധമല്ല. ചേഞ്ച് വന്നാൽ ഇപ്പൊ ആൻഡ് പോയില്ലേ, ഈ കണ്ടീഷൻ മാത്രമല്ലേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. അല്ലാതെ സേവ് കൊടുത്താലും വരും, ബട്ട് എന്നാലും സിംപ്ലിഫൈ കൊടുത്താൽ നമുക്കൊരു വിശ്വാസം വരും. അതെ, പേഴ്സണൽ ഇൻഫർമേഷൻ മോഡലില് മാരേജ് ഡേറ്റിന്റെ വാല്യൂ നള്ളാണെങ്കിൽ, ഈക്വൽ ടു നൾ, എം ടി ആണെങ്കിൽ കാണണമെന്നാണ്. നോട്ട് ഈക്വൽ ടു നൾ, എം ടി അല്ലെങ്കിൽ കാണണം, എം ടി ആണെങ്കിൽ കാണണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അത് വർക്ക് ആകത്തില്ല. റീസൺ I will show you. Edit 14 മാരേജ് ഡേറ്റ് വർക്കാവില്ല. നമ്മൾ ആദ്യം എഴുതിയ റൂൾ എങ്ങനെയാണോ എഴുതിയത് അത് വർക്കാവും. ഇത് വർക്ക് ആകുന്നതാണ്. ഇത് സിസ്റ്റത്തിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോഴേക്കും നമ്മൾ ഇതിനെ മാക്സിമം ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കുന്നതാണ്. പക്ഷെ അത് സിസ്റ്റം റിഫ്രഷ് ആവാൻ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ നോക്കിയാൽ കഴിഞ്ഞ് 14 സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് മാരേജ് ഡേറ്റ് കണ്ടോ, ഇപ്പൊ തന്നെ വന്നു. ഡിവോഴ്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ പോകും, സിംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ പോകും, മാരീഡ് കൊടുത്തു കഴിഞ്ഞാൽ വരും. പക്ഷെ സേവ് ചെയ്തിട്ട് നാളെ ആയാലും ഡിവോഴ്സ് ആവുകയാണെങ്കിൽ അപ്പോഴും മാരേജ് ഡേറ്റ് കിടക്കും അവിടെ. ഡിവോഴ്സ്ഡ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ കൂടുതൽ അപ്പം